ഇന്ന് യുക്തിവാദികൾ മുഴുവനും പിടികൂടുന്നത് അള്ളാനെയല്ല റസൂലുള്ളാനെയാണ്. യുക്തിവാദികളുടെ സ്ഥാപനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായ ജബ്ബാർ മാഷിയുടെ അടുത്ത് അറിയാതെ സമ്മതിച്ചു പോയി ഞാൻ നിരല്ലാഹിവാദിയാണ്, നിരീശ്വരവാദിയല്ല. ലോകത്തിന് ഒരു സൃഷ്ടാവ് ശക്തി ഉണ്ടോ ഇല്ലേ അത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഉണ്ടെങ്കിൽ അത് അല്ലല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു മനുഷ്യൻ ചെന്ന് വിടുന്ന കുഴിയോക്കാണ് ഈ വയസ്സുകാലത്ത്. ഇതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരുടെ ഇടയിൽ റീമാർക്കല്ലേ ആയാതി വർത്താനൊക്കെ. പാന്റ് ഇട്ടിട്ട് താടി വെച്ച് കുലിക്കാൽ സംഗതി തീരൂലല്ലോ. പറഞ്ഞതിന് പൊട്ടത്തരം മനസ്സിലാക്കണ്ട. ഞാൻ നിരല്ലാഹിവാദിയാണ്, ഈശ്വരവാദിയല്ല. ഒരു മനുഷ്യന്റെ അടുത്ത് പച്ച ഭാഷയിൽ നട്ടുച്ചക്ക് ഒച്ചയിൽ പറഞ്ഞൊരു വർത്താനാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇയാളെ ബാക്കിലുണ്ടല്ലോ മനുഷ്യന്മാര് പറഞ്ഞു. പക്ഷെ അവരൊക്കെ പിടികൂടുന്ന ആരാണ്? നിങ്ങള് മുഹമ്മദ് മുസ്തഫ 6-ാം വയസ്സ് അവിടെ കണ്ടു. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്. ആ 9 ആളെ ഒപ്പം വെച്ച് നിങ്ങളോട് 4 ആളെ കെട്ടാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കിലൊക്കെ കുറെ മുസ്ലിം ചെറുപ്പക്കാരും. കാരണം എന്താ? ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹം നല്ല വായിച്ചിരുന്ന ആളാണ്. പക്ഷെ ഒരു മുർഷിദിന്റെ സഹായം തേടിയില്ല. പള്ളി ദർസിൽ മര്യാദ ഓതി പഠിച്ചൊരു കിതാബ് മനസ്സിലായ ആളോട് പോയി ചോദിച്ചില്ല. അവിടെ സലാം പൈസ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വന്നാൽ മതിയായിരുന്നു. വേറെ ഒരുപാട് ആലിമ്യങ്ങളുണ്ട്, അവരെടുത്തൊന്ന് വന്നാൽ മതിയായിരുന്നു. നാം മറുകണ്ഠം ചാടൂല. പക്ഷെ വായിച്ചങ്ങോട്ട് പഠിച്ച്. അതാണ് നാളെ നരകത്തിന്റെ വക്കിലിച്ചിട്ട് പറഞ്ഞത്. ലൗ കുന്നാ നസ്മൗ നഖറൗ എന്നല്ല, ലൗ കുന്നാ നസ്മൗ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ ഫഅതറഫു ബിദംബിഹിം. സുബ്ഹാന ഖുർആന്റെ ഒരു കടുപ്പുള്ള ഭാഷ നോക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ പറയും ഖദറുകളായിനെ പരിഹസിക്കും. ഞങ്ങൾ എങ്ങനെയാണ് വിചാരിക്കാതിരിക്കുക? അള്ളാന്റെ രേഖപ്പെടുത്തലല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് ചാടിപ്പോവാതിരിക്കുക? റബ്ബിന്റെ ഖലാ അല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് യുക്തിവാദികളാവാതിരിക്കുക? നിങ്ങളെ വിശ്വാസത്തിന്റെ 6-ാം നമ്പർ തന്നെ ഖൈറും ശർറും റബ്ബ് തീരുമാനിച്ചതല്ലേ. ചെറുപ്പക്കാരൻ ഗൾഫുകാരൻ എന്റെ അടുത്ത് വന്നിട്ട് പ്രധാനമായിട്ട് ഒരു കാര്യം ചോദിച്ചു. കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല, ഞാൻ ലിയാഖത്തിന്റെ ഒരു പ്രസംഗം കേട്ടതാണ്, എന്തേന്ന് ചോദിച്ചു. അല്ല ഹൈറും ഷെറും ഒക്കെ ഇപ്പൊ അള്ളാന്റെ ആവുമ്പോ ഇപ്പൊ നമ്മള് പള്ളിയൊക്കെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പുരയിൽ ഇരുന്നാ പോരേന്ന് വെച്ചു. ഞാൻ ചോദിച്ചു ഗൾഫിൽ എവിടെയെന്ന് വെച്ചു. അബുദാബിയിലാണ്. ഞാൻ പറഞ്ഞു അന്നും വെള്ളമൊക്കെ കതിർകഥാകപ്പെട്ട തന്നെയാണ്. എനിക്ക് കിട്ടാൻ അന്നം വെള്ളം ഉണ്ടല്ലോ, അതും റബ്ബ് കണക്കാക്കിയതാണ്. അപ്പൊ ഞാൻ അബുദാബിക്ക് പോകാതെ പുരയിൽ ഇരുന്നാ മതിയോന്ന് വെച്ച്. അല്ല എന്തൊക്കെ കണക്കാക്കേന്ന് നോക്കണമെങ്കിൽ ഒന്ന് പണിയെടുത്ത് നോക്കണ്ടേ? കണക്കെന്താ നമുക്കറിയില്ലല്ലോ. റബ്ബിന്റെ കല എന്താണ് റബ്ബിന്റെ തീരുമാനം നമുക്ക് അറിയില്ലല്ലോ. ആ രഹസ്യം നമുക്ക് വിട്ടുതന്നിട്ടില്ലല്ലോ. അള്ളാഹ്ക്ക് അറിയല്ലോ. അതാണല്ലോ ഗഫാർ എന്നുള്ളതിന്റെ അർത്ഥം. ഗഫൂർ ഗഫാർ എന്ന് പറഞ്ഞാൽ ദോഷം പുറത്തു കൊടുക്കാന്നല്ല. അല്ല, അതതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഡെഫിനിഷൻ അതല്ല. പിന്നെ കബീഹിനെ ഉള്ളിലാക്കിയിട്ട് ജമീലിനെ പുറത്താക്കുക എന്നതിന്റെ അർത്ഥം. അതാണ് ഗഫാർ. കബീഹിനെ ഉള്ളിലാക്കുക, ജമീലിനെ പുറത്താക്കുക. അതല്ല എല്ലായിടത്തും ചെയ്തു. നിങ്ങൾ നോക്കൂ, എന്റെ ശരീരത്തിൽ കബീഹായ കുറെ അവയവങ്ങളുണ്ട്. പുറത്ത് കണ്ടാൽ നിങ്ങൾ മൂക്ക് പൊത്തിയിട്ട് ഓടുന്ന അവയവങ്ങൾ എന്റെ അടുത്തുണ്ട്. കുടല്, പെട്ടി. ഇന്നങ്ങോട്ട് നോക്കണ്ട, നിങ്ങളുടെ അതിനേക്കാളും കട്ട പോകണേക്കാൾ. അതെല്ലാരും കൂടി തന്നെയാന്ന് വെച്ച് ഇങ്ങനെ നോക്കുക. നിങ്ങളതും നമ്മളതൊക്കെ ഒരുപോലെയാണ് വിഷയത്തിൽ. ഇതൊക്കെ പുറത്തിറങ്ങിയാൽ നമ്മൾ സാധാരണ ഭാര്യമാരോട് പറയും ഇതിന്റെ കരലാണ്. ആ കരളൊന്നാണ് പുറത്തിറങ്ങിയോട്ടെ ഒപ്പം കൊടുക്കോ? അല്ല, ഈ ശരിക്കുള്ള കരളന്നെ ഒന്ന് പുറത്തിറങ്ങിയ ബെഡ്റൂമിൽ ഒപ്പം കൊടുക്കില്ലേ? നീ ചോടും. ഈ കരളുണ്ടല്ലോ ഉള്ളിക്ക് പിടിച്ചു വലിച്ചു, കുടലുണ്ടല്ലോ ഉള്ളിക്ക് പിടിച്ചു വലിച്ചു, പെട്ടി ഉള്ളിക്ക് പിടിച്ചു വലിച്ചു, കാണാൻ മോശമുള്ളതും ജനങ്ങൾ ഒപ്പിരിക്കാത്തതൊക്കെ ഉള്ളിക്ക് വലിച്ചു. ഇതാണ് ഗഫാർ. കാണാൻ രസമുള്ള മൂക്ക് പുറത്താക്കി, കണ്ണ് പുറത്താക്കി, കൈ പുറത്താക്കി, പിന്നെ അത്ര ഗുണമില്ലാത്തത് മറക്കാനും വേണ്ടി കൽപ്പിച്ചു. ഇതാണ് ഗഫാർ. ഇത് അല്ലാഹു തആല നമ്മളെ ശരീരത്തിൽ ചെയ്ത് കാണിച്ചു. ഇനി നമ്മളെ പ്രവർത്തനങ്ങളിലോ ഇപ്പൊ നോക്കൂ, നിങ്ങൾ എന്നെ ശരിക്കും ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുന്നത് എന്റെ ജീവിതത്തിൽ വന്ന എരപ്പത്തരം അറിയാത്തോണ്ടല്ലേ? അല്ലേ? എന്തെങ്കിലും ഉണ്ടാത്തത്? അപ്പൊ നിങ്ങളതോ? ഞാൻ ഇപ്പം എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണ, നിങ്ങൾ ചെയ്ത എരപ്പത്തരം ഞാൻ അറിയാത്തോണ്ടല്ലേ? എന്താ അള്ളാഹ്ക്ക് അറിയില്ല? എന്താ അള്ളാഹ്ക്ക് പുറത്താക്കാൻ കഴിയില്ലേ? അവിടെയും കബീഹിന് അള്ളാഹു തആല മറച്ചു തന്നു. പിന്നെ ഞാൻ ചെയ്യണ നല്ല കാര്യങ്ങൾ, വാള്, പാട്ട്, പ്രസംഗം, ഞാൻ ഹജ്ജിനോ ഹജ്ജ്, ഉംറ, ഇതൊക്കെ പുറത്തുവാക്കി തന്നു. അള്ളാന്റെ ഒരു റഹ്മത്ത് നോക്കാൻ നിങ്ങൾ. ഇനി ഈ ഇരിക്കണ നമ്മളെല്ലാരും എവിടെ നമുക്കറിയില്ല, അള്ളാഹ്ക്ക് അറിയാം. നമ്മൾ അഹ്ലു ബൈത്ത്പ്പെട്ട ആളുകളൊന്നുമല്ല തങ്ങൾ ബാപ്പ ഉള്ളത്. മറ്റുള്ളവരെ കഥക്കെ കട്ട പോകുകയാണ്. അവര് പിന്നെ നേരെ വല്യപ്പാന്റെ കൂടാണ്ട് പോകും. അവരെ കൂടെ കൈ പിടിച്ചാൽ നമുക്ക് വേണ്ട എത്താൻ പറ്റും. കാരണം അവര് വല്ലുഹ വല്ലയിലി പെട്ട ആളുകളാണ്. വല്ലുഹ മുത്തുനബിന്റെ ആൺകുട്ടികൾ തന്നെയാണ് സത്യം, വല്ലയിലി പെൺകുട്ടികൾ തന്നെയാണ് സത്യം. ഖുർആൻ സത്യം ചെയ്തവരാ. മറജൽ ബഹറൈനി യൽതഖിയാൻ, 2 ബഹർ. ഇമാം ഇസ്മായിൽ അഖി റഹ്മത്തുള്ളാഹി റൂഹുൽ ബയാനിൽ പറയുന്നു,
തഹ്ഖീഖുള്ള മഹാന്മാർ തഫ്സീർ ചെയ്തത് ഒരു ബഹർ ഫാത്തിമ ബി, മറ്റൊരു ബഹർ അലിയാരാണ്. യഖ്റുജു മിൻഹുമാ അൽ-ലൂലു വൽ മർജാൻ. ആ രണ്ടാളിൽ നിന്ന് ലൂലുവും മർജാനും വരാൻ പോകുന്നുണ്ടെന്നാ അതായിരിക്കണേ. നമ്മളെ കുറിച്ച് ലൂലു മർജാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ കാര്യം ആണ് സലാമത്താവും. നമ്മൾ അവരെ പിടിച്ചാൽ നമ്മളും സലാമത്താവും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. മുത്തുനബിന്റെയും ഫാത്തിമാന്റെ ഇടയിൽ ഒരു ബർസഖ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഉപ്പുള്ള ആണ്ടും കയറൂല, അവിടുത്തെ ഉപ്പുള്ള കണ്ട് കയറൂല. നടുവിൽ ബർസഖ് ഉണ്ട്. ആ ബർസഖാണ് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറളുൻ അലൽ ഉമമി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മള് ഇതൊന്നും ജീവിതമല്ല. ഖുർആൻ ഇതൊരു ജീവിതമായിട്ട് കണ്ടിട്ടില്ല. സൂറത്തുൽ മുൽക്ക് തുടങ്ങണേന്റെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുണ്ട്. അല്ലദീ ഖലഖൽ എന്താ മൗത്തിനെ മുന്തിച്ചത്? എന്താ മൗത്തിനെ മുന്തിച്ചത്? മൗത്തും അതിന് ശേഷമുള്ള ജീവിതം അല്ല കാണുള്ളൂ. ഇത് അയ്യാമുൽ മൗത്താണ്. ഇത് അയ്യാമുൽ ഹയാത്തല്ല, അയ്യാമുൽ മൗത്താണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നഹ്വ് വെച്ചിട്ട് അർത്ഥം വെച്ച് നോക്കാൻ. ഇന്ന സയ്യിദൻ ലഖായിമുൻ എന്ന് പറഞ്ഞാൽ സയ്യിദുൽ ഖിയാമത്ത് ഉണ്ട് എന്നതിന്റെ മാന. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. മരിച്ചോണ്ടിരിക്കുക മനുഷ്യൻ. അസ്റായിൽ വന്ന് ചെയ്യുന്ന ലാസ്റ്റ് പരിപാടിയാണ്. ഓരോ സെക്കൻഡിലും മരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇത് അയ്യാമുൽ മൗത്താണ്. അയ്യാമുൽ ഹയാത്ത് അതേ ഖുർആൻ വിലക്കെടുത്തിട്ടുള്ളൂ, പരിഗണിച്ചിട്ടുള്ളൂ. അല്ലദീ ഖലഖൽ മൗത. പടച്ച തമ്പുരാനെ ആ ഗൗരവം തലേ കേറിയാൽ ഫമ്മാമൻ തുഗാ വആതറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. ഇതിന് കടകവിരുദ്ധമായി മനുഷ്യന് ഇച്ഛയുടെ അലച്ചയിൽ കഴിഞ്ഞുകൂടിയാൽ, ആർത്തികളെ മൂർത്തികളാക്കിയാൽ, ഭൗതിക രംഗത്ത് ഹീറോയും ആത്മീയ രംഗത്ത് സീറോയുമായ, ഭൗതിക രംഗത്ത് മിടുക്കനും ആത്മീയ രംഗത്ത് മുടക്കുമായ ദുനിയ എന്നത് തന്നെ അതിനായെന്ന അഫ്ലു തഫ്ളീലിന്റെ മുഅന്നസ. അതിന് പല അർത്ഥങ്ങളിൽ ഒരർത്ഥം വളരെ വിരളമായ സ്ഥലമെന്നാണ്. ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശ്ഖുഹാ അദല്ലു മിനൽ ദലീലി. ഇന്നലെ പരിപാടി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഞാനൊരു പാട്ട് കേട്ടിട്ടാ ഉറങ്ങിയത്. പലപ്പോഴും പാതിരാവിൽ പാട്ട് കേൾക്കുന്നവനാ ഞാൻ. മ്യൂസിക് ഇല്ലാത്ത പാട്ടാണ് കേൾക്കുക എന്ന് മാത്രം. ഞാൻ കേട്ടത് മ്യൂസിക് ഇല്ലാത്ത പാട്ടാണ്. വീട്ടിലെ മെത്ത വിരിച്ച് കിടക്കണ കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയെങ്കിൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാല് അടവാക്കും വിടവിനെ മാറിലേ. അടവാക്കും വിടവിനെ മാറിലേ. പരൻ വിധി ചുമ്മാ വീട്ടിൽ ചുണ്ടിൽ നടക്കുന്ന സുജാത്ത് നാമോ കൊണ്ടു നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ. കബറന്ന ഭയങ്കര വീട്ടിലെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പാട്ടിൽ അടുത്തൊരു വരിയുണ്ട്. അത് കേവലം പാട്ടല്ല, അത് ഹൃദയം കൂട്ടേണ്ട വരികളാ. അള്ളാനെ ഉണർത്തേണ്ട, അള്ളാ എന്ന ചിന്ത ഹൃദയത്തിൽ ഉണർത്തേണ്ട വരികളാ. തസ്കിയത്തിന്റെ വരികളാ, ഭയപ്പെടുത്തുന്ന വരികളാ, ഞെട്ടിത്തെറിക്കുന്ന വരികളാ. ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കാട്ടിലേറെ പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് കരയുന്നു. ഉലകത്തിൽ ചണ്ണി എന്നിലാരെന്നേ, ഉലകത്തിൽ ചണ്ണി എന്നിലാരെന്നേ. അല്ലാ അല്ലാ